ആർ ബാലകൃഷ്ണപിള്ളയുടെ കള്ളയിൽപ്പെട്ട് ഗണേഷ് കുമാർ കുറച്ച് വസ്തുവൊക്കെ സ്വന്തമാക്കി എന്ന് പറഞ്ഞിരുന്ന കേസിൽ ഇന്നൊരു വിധി വന്നിട്ടുണ്ട്. ഒരു സുപ്രധാന വിധിയാണ്. അത് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് പ്രതികൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? വിധിയല്ല, അദ്ദേഹത്തിന്റെ ആർ ബാലകൃഷ്ണപിള്ളയുടെ സൈൻ കള്ളവപ്പെട്ട് സ്വത്ത് എഴുതി വിൽപത്രത്തിൽ കള്ളവപ്പെട്ടു എന്നായിരുന്നു ആരോപണം. അതിൽ ശാസ്ത്രീയ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയുടെ തന്നെ സൈൻ ആയിരുന്നു എന്നുള്ളതാണ്. പി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആർ ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയ കേസായിരുന്നു. സഹോദരി തങ്ങൾ കൂടി അവകാശപ്പെട്ട സ്വത്ത് മുഴുവൻ കെ വി ഗണേഷ് കുമാർ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന തരത്തിലുണ്ടായ ആക്ഷേപമാരോ ഇതിന്റെ പേരിൽ കേസ് നിലനിൽക്കുന്നതൊക്കെ നമുക്ക് കണ്ടതാണ്. ഒരുപക്ഷെ ഗണേഷ് കുമാറിന് രണ്ടാം പിണറായി സർക്കാർ രണ്ടാം റൗണ്ടിൽ മാത്രം 2 വർഷങ്ങൾക്ക് ശേഷം മാത്രം മന്ത്രിയാകാൻ ആകേണ്ടി വന്നത് ഈ ഒരു കേസിന്റെ പുറത്തായിരിക്കും. സഹോദരി പിണറായി വിജയനെ നേരിട്ട് കണ്ട് ആക്ഷേപം ഉന്നയിച്ചു എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ കേട്ടതാണ്. അല്ലെങ്കിൽ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ തവണ തന്നെ കെ വി ഗണേഷ് കുമാർ മന്ത്രിയാകേണ്ടതായിരുന്നു. നോക്കൂ, ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ വിശ്വാചരൻ എന്ന അതികായകൻ അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി ആരോപണവും അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു നേതാവാണ് ആർ ബാലകൃഷ്ണൻ. അഴിമതി എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് അങ്ങനെ വലിയ അഴിമതിയൊന്നും കാണിച്ച് ഒരുപാട് സ്വത്ത് സമ്പാദിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു എന്നതാണ് ഏറ്റവും സത്യമായ കാര്യം. കാരണം കൊട്ടാരക്കരയിലെ കീഴൂട്ട് തറവാട്ടിലെ ഏക്കർ കണക്കിന് ഭൂസ്വത്തുകളും അതിനനുസരിച്ച് സ്വത്തുവകകളും ഒക്കെ ഉണ്ടായിരുന്ന രാമൻപിള്ളയുടെ മകനാണ് ആർ ബാലകൃഷ്ണൻ. പക്ഷെ അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അതിനു മുമ്പുള്ള ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പിട്ട് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന രേഖകൾ പറയുന്ന വസ്തുവകകളല്ല അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കൾക്ക് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ എത്ര കോടി രൂപ അദ്ദേഹം അല്ലാതെ തന്നെ നികുതി വെട്ടിച്ചുണ്ടാക്കിയിട്ടുണ്ടാകും? സ്വാഭാവികമായിട്ടും അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ സ്വത്തുവിവരം പുറത്തു വന്നപ്പോ മക്കൾക്ക് എഴുതി വെച്ചിരുന്ന സ്വത്തുവിവരം പുറത്തു വന്നപ്പോ നമ്മൾ ഇതിനെ കണ്ണു തള്ളിയിരിക്കുന്നു. സ്കൂളുകൾ, ആനയൊക്കെയുള്ള രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞാൽ കുടുംബ സ്വത്തായി വന്നതും പിന്നീട് അദ്ദേഹം സമ്പാദിച്ചതുമായിട്ടുള്ള സ്വത്തുവകകളാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ഘട്ടത്തിൽ ബാലകൃഷ്ണപിള്ളയും കെ വി ഗണേഷ് കുമാറും തമ്മിലുള്ള ശത്രുതയും അവർ തമ്മിലുള്ള തുറന്ന പോരും പാർട്ടി രണ്ടായി പുലർത്തുന്ന നിലപാടുകൾ എടുത്തുകൊണ്ട് പാർട്ടിയുടെ ഘടകമുസ്ലിയുടെ ഒരു കൂട്ടം നേതാക്കന്മാരും പ്രവർത്തകരും ആ ബാലകൃഷ്ണപിള്ളയ്ക്ക് പോകും. മറ്റൊരു കൂട്ടം ആളുകൾ 10ാമത് MLA ആയിരുന്ന കെ വി ഗണേഷ് കുമാർ അവസാനം കേസ് തീർത്ത് പുറത്തു വരുന്ന ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടി മന്ത്രിസ്ഥാനം വരെ കെ വി ഗണേഷ് കുമാറിന് ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവ വികാസങ്ങളായിരുന്നു. പിന്നീട് പക്ഷേ ഇതെല്ലാം പാവം ഉമ്മൻചാണ്ടിയുടെ തലയിലായി പോയി. അച്ഛനും മകനും തമ്മിലുള്ള അടിയുടെ പുറത്തുണ്ടായ വിഷയങ്ങളെല്ലാം ഉമ്മൻചാണ്ടി ചെയ്തതാണ് എന്ന തരത്തിൽ കെ വി ഗണേഷ് കുമാർ പ്രസ്താവനകൾ ഇറക്കി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ബാലകൃഷ്ണപിള്ളയുടെ ഒക്കെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹമൊക്കെ ആ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ചീത്തയാക്കുക എന്നൊക്കെ പറയുന്നത് മക്കളെ കാണിച്ചു വരുന്ന അപക്വം. അത് രണ്ടുപേരും, അത് ഞാൻ കെ വി ഗണേഷ് കുമാറിനെ മാത്രമല്ല ഉഷാകുമാരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരിയെ കൂടി ചേർത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം സ്വത്തിന്റെ പേരിലൊക്കെ പരസ്പരം കടിച്ചു കയറുന്ന അവസ്ഥയിലോട്ടൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പത്തനാപുരത്തും കൊട്ടാരക്കരയിലുമായി നിലനിൽക്കുന്ന ഒരു വലിയ ധനകാര്യ സ്ഥാപനം തകർന്നത് പിന്നിൽ പോലും ഇവരെ ഇൻവെസ്റ്റ്മെന്റുകൾ പിൻവലിച്ചതാണെന്നുള്ള ആക്ഷേപം നിലനിൽക്കും. അപ്പോൾ സ്വാഭാവികമായും കണക്കിലുള്ളത് കൂടുതൽ സ്വത്തുക്കൾ അവർക്ക് ഉണ്ടായിരുന്നിരിക്കും. എന്തായാലും ഈ സംശയം സഹോദരിക്കും ബാക്കിയുള്ള പൊതുസമൂഹത്തിനും വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ കെ വി ഗണേഷ് കുമാറുമായിട്ട് വലിയ അകൽച്ചയിലായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്ന സുഖമില്ലാതാകുന്ന കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വീണ്ടും വന്ന് അച്ഛനെ കാണുകയും അച്ഛനൊപ്പം താമസമാക്കുകയൊക്കെ ചെയ്യും. അപ്പോ ആദ്യം ഈ വിൽപത്രം എഴുതി വെച്ചിരുന്നത് കൂടുതൽ സ്വത്തുക്കൾ പെൺമക്കൾക്കായിരുന്നു. അതായത് കെ വി ഗണേഷ് കുമാറിന് ഈ പറയപ്പെടുന്ന തരത്തിൽ വലിയ സ്വത്തുക്കളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് പക്ഷെ മരണത്തിന് ശേഷം വിൽപത്രം പുറത്തു വരുമ്പോഴാണ് കൂടുതൽ സ്വത്തുക്കൾ മാറ്റി എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായും സഹോദരിക്കുണ്ടായ സംശയം അത് കേസാകുന്നു. എന്തായാലും ഇന്ന് കെ വി ഗണേഷ് കുമാർ കണ്ണ് പറഞ്ഞുകൊണ്ടൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ചതിച്ചും വഞ്ചിച്ചും സ്വത്തുണ്ടാക്കുന്ന ഒരാളല്ല ഞാൻ, 19 വയസ്സിൽ ജോലിക്ക് പോകുന്നത്, 19 വയസ്സിൽ ജോലി ചെയ്ത കഥയും ഒക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ശരിയാണ്, അദ്ദേഹം ഒരു സിനിമാ താരമാണ്. അത്തരത്തിൽ അദ്ദേഹം സമ്പാദിച്ച മുതലുണ്ട്. പിന്നീട് ആർ ബാലകൃഷ്ണപിള്ളയും കുടുംബ പാരമ്പര്യമായി കിട്ടിയതുണ്ട്. പിന്നീട് അദ്ദേഹം എത്രയോ കാലം MLA ആയും മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നാണ് അത്തരത്തിൽ വന്നു ചേർന്ന പണവും കാര്യവും. എന്തായാലും ഇപ്പൊ ഒരു ഗണേഷ് കുമാറിന് ആശ്വാസമാണ്. കാരണം ഇനിയിപ്പോ 1.5 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി എടുത്തുന്നയിക്കുന്ന കാര്യങ്ങളിലൊന്നായിരുന്നു ഈ സഹോദരിയുമായി ബന്ധപ്പെട്ട കേസ്. അതിന് കൃത്യമായി മറുപടി കൊടുക്കാനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായ എന്ത് വിവാദങ്ങൾക്ക് പിന്നാലെ പോവുകയും അതുപോലെ തന്നെ ജനകീയത നേടിയെടുക്കുകയും ചെയ്ത നേതാവാണ് കെ വി ഗണേഷ് കുമാർ. പക്ഷെ ഈ ഒരു കേസ് കോൺഗ്രസ് ഉണ്ടാക്കിയതാണെന്നോ അവിടുത്തെ ശത്രുക്കൾ ഉണ്ടാക്കിയതാണെന്നോ പറയാനൊന്നും സാധിക്കില്ല. അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന കേസ്. പിന്നെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി
പ്രശ്നങ്ങളും ഇപ്പോൾ ഇവിടെ ഒരു വലിയ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ചെറുപ്പക്കാരുടെ വിഷയം പത്തനാപുരത്ത് വലിയ രീതിയിൽ ചർച്ചയാണ്. ഒരു വ്യവസായിയുടെ ചരമക്കുറി ഗണേഷ് കുമാർ എന്നും മരുമകനായ ഗണേഷ് കുമാർ എന്നും മകളുടെ സാമ്പത്തികത്തിന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദുവിന്റെ പേരും ഒക്കെ എഴുതി ചേർത്ത വിവാദങ്ങളൊക്കെ ഇപ്പോൾ പത്തനാപുരത്ത് വലിയ രീതിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനാപുരത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉദ്ഘാടകനായി രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കാവുന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആണെങ്കിലും പത്തനാപുരത്തിനടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത്. അതുപോലെ ഗണേഷ് കുമാറിനെതിരെയുള്ള സമരങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ആക്ഷേപിച്ച KV ഗണേഷ് കുമാറിന്റെ വീഡിയോകളൊക്കെ നമുക്ക് ഈ സ്കൂളിൽ മന്ത്രിയായ ഗണേഷ് കുമാറിനെ വിളിക്കാതെയോ ഈ പറയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അന്ന് MVD കയറി സ്കൂളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പരിശോധിക്കുകയും ഒരു വാഹനത്തിന്റെ കുറെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും പിന്നീട് റോഡിൽ ഇറങ്ങിയ വാഹനങ്ങൾ ടാർഗറ്റ് ചെയ്ത് പിടിച്ചു എന്നൊക്കെയാണ് പത്തനാപുരത്ത് വരുന്ന വാർത്തകൾ. അല്ല, അതൊക്കെ നമുക്ക് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം ഗണേഷ് കുമാറിന്റെ ചില കാര്യങ്ങൾ നമുക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് അതൊക്കെ ഒരുപക്ഷെ അതൊക്കെ സംഭവിച്ചേക്കും. ഡയസെന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അധികാരമുണ്ട്. അധികാരം വെച്ച് അദ്ദേഹം ചില ഇങ്ങനെയൊക്കെയുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ പിണക്കമൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ അവിടെ ഒരു അടുത്തുള്ള തലവൂർ ക്ഷേത്രം NSSന്റെ ഉടമസ്ഥതയിലുള്ള കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള തലവൂർ ക്ഷേത്രത്തിന്റെ ഗോപുര സമർപ്പണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഉദ്ഘാടനത്തിന് KN ബാലഗോപാൽ മന്ത്രിയെ വിളിക്കുകയും ഇദ്ദേഹം MLA ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തു. ഇദ്ദേഹത്തിന് മെയിൻ ആവണം. ഒരു ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ അവിടെ മെയിൻ ആവുക എന്നൊരു കൺസെപ്റ്റ് ഉള്ള ആള് തന്നെയാണ് KV ഗണേഷ് കുമാർ. അന്ന് KN ബാലഗോപാലിന് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ ക്ഷേത്ര പരിപാടിയിൽ അദ്ദേഹവും പങ്കെടുത്തില്ല, KN ബാലഗോപാലിനെ പങ്കെടുപ്പിക്കാൻ സമ്മതിച്ചതുമില്ല എന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അവിടെ നിലനിന്നു. എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പഠിച്ച സ്കൂളിന്റെ ഞാൻ ആ മണ്ഡലക്കാരനാണ്. അപ്പൊ ഞാൻ പഠിച്ച സ്കൂളിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ വിളിക്കാൻ ചെയ്തപ്പോ കേട്ടുകേൾവിയുള്ള കഥയാണ്. ആരൊക്കെയാണ് ഗസ്റ്റുകൾ എന്ന് ചോദിച്ചപ്പോൾ അതേ സ്കൂളിൽ പഠിച്ച ഒരു പേരെടുത്ത ഒരു കലാകാരന്റെ പേര് വന്നപ്പോൾ ഇവര് തമ്മിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സ്ഥാനാർത്ഥി P. ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നു. P. ജഗദീഷ് കുമാറിനെ കൊണ്ടുവരുന്ന പിന്നിൽ ഇയാളായിരുന്നു, ഈ കലാകാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേര് അദ്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന നിലപാടെടുത്ത ഒരു KV ഗണേഷ് കുമാറിനെ നമുക്കറിയാം. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ പിടക്കുമാരി ആ സ്കൂളിന് കെട്ടിടം പണിയാൻ ഫണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പത്തനാപുരത്ത് ഈ പറയപ്പെടുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് ഫിലിംസിന്റെ തിയേറ്ററൊക്കെ കൊണ്ടുവരാമെന്ന് വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാർ അവിടെ അവിടെ ഈ കച്ചവടം പ്രാകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു കെട്ടിടം വളർന്നത് വെറുതെ ആരും കയറാനില്ലാതെ പട്ടി മുട്ടൊഴിച്ച് കിടക്കുന്നത് ഭയങ്കര വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കും. വലിയ സംഭവവികാസങ്ങളൊക്കെ പുറം ലോകത്തിന് കൊടുക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ മാറ്റം വരാറുണ്ട്. കാലാനുസൃതമായ ഒരു മാറ്റം. കാട്ടുപത്രാപരമായിരുന്ന പത്രാപുരത്തെ വികസിത പത്രാപരമാക്കി മാറ്റി എന്നൊക്കെ ഗണേഷ് കുമാർ വലിയ രീതിയിൽ ഡയലോഗ് അടിക്കാറുണ്ട്. പത്രാപുരം നഗരത്തിന്റെ മോശമായ ചെറിയ രീതിയിലുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പോ ഏത് മണ്ഡലം അതിനൊരു ഉദാഹരണം പറയാം. കൊട്ടാരക്കരയിൽ കൈവെള്ളി വെച്ചിരുന്ന ആളായിരുന്നു ബാലകൃഷ്ണൻ, ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണൻ. അവിടെ ഈ ബാലകൃഷ്ണയുടെ ഭരണം അവസാനിച്ച് ഐഷാപ്പൊലി ഒന്നാം തവണ മുഖ്യമന്ത്രി MLA വന്നപ്പോ അവർ ആദ്യം ചെയ്തത് പുലവൻ ജംഗ്ഷൻ, അതായത് ഈ നാഷണൽ ഹൈവേയും MC റോഡും ജോയിൻ ചെയ്യുന്ന കൊട്ടാരക്കര ഹൃദയം എന്ന് വിളിക്കാവുന്ന പുലവൻ ജംഗ്ഷന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ KSRTC കോൺഗ്രസ് കൊണ്ടിരിക്കുകയാണ് അവർ ആദ്യം ചെയ്തത്. KSRTCയുടെ മന്ത്രിയായിരുന്നിട്ട് പോലും ബാലകൃഷ്ണനിലേക്ക് ചെയ്യാൻ പറ്റാത്ത സാധനം ഐഷപ്പൊലിക്ക് ചെയ്യാൻ സാധിച്ചു. അത് ആര് വന്നാലും കാലാനുസൃതമായ മാറ്റം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയമില്ല. പക്ഷെ അടിസ്ഥാനപരമായ കുറെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ MLA ആയിരുന്ന KV ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലേക്ക് വാരിപ്പോയി പദ്ധതികൾ കൊടുക്കുന്നത്. അതായത് ഒരു വളർത്തുപുത്രന്റെ സ്നേഹം, വളർത്തുപുത്രനോടുള്ള സ്നേഹം KV ഗണേഷ് കുമാറിനോട് സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാറിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള സ്നേഹമായിരുന്നു. എനിക്കറിയില്ല, എന്തൊക്കെയായാലും അത് തന്നെയാണ് ബിജു രാധാകൃഷ്ണൻ തുറന്നു പറഞ്ഞ പല കഥകളും. മുഖ്യമന്ത്രി ആയിരുന്ന ഈ ഉമ്മൻചാണ്ടി മരണം വരെയും പുറത്തു പറയാത്ത രഹസ്യങ്ങൾ സൂക്ഷിച്ചു എന്നുള്ളത് ആ സ്നേഹത്തിന്റെ ഉദാഹരണം മാത്രമാണ്. ആ ഉമ്മൻചാണ്ടി ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ ഒരു കേസ് ഇത് ഒരു ഗണേഷ് കുമാറിനെ ആശ്വസിക്കാവുന്ന ഒരു പോസിറ്റീവ് വാർത്തയാണ്. പക്ഷെ കേസുകൾ അവസാനിക്കുന്നില്ല. അത് കുടുംബ തർക്കമാണ്. ഇത് ഈ മുരളീധരനെയും പത്മനാഭനുമായും പടക്കം പോലെ നമ്മൾ ഭയങ്കര അടിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവർ ആളെയും പെങ്ങളും ആകും. കുറെ കാലം കഴിയുമ്പോൾ ഇവർ വീണ്ടും ഒന്നിക്കും തോന്നുന്നു. ഈ ഉഷാകുമാരി തന്നെ KV ഗണേഷ് കുമാറിന്റെ പെങ്ങള് തന്നെ ഈ കേരള കോൺഗ്രസ് പിയുടെ ഈ പിരിഞ്ഞു നിൽക്കുന്ന അപ്പൂപ്പന്മാരെയൊക്കെ കൂട്ടിയിട്ട് മറ്റൊരു കേരള കോൺഗ്രസ് പി ഔദ്യോഗിക വർഷം കൊണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പരാജയപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കണ്ടറിയാം പത്തനാപുരത്ത് KV ഗണേഷ് കുമാർ ഈ ഇപ്പൊ ആശ്വസിക്കാനുള്ള വാർത്തകൾ വന്നിരിക്കുന്നു. എന്തായാലും അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഭരണവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. കണ്ടറിയാം അതിന്റെ ഭാവി എന്താ.